നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്യത്ത് രൂപം കൊണ്ടിട്ട് പതിറ്റാണ്ടുകളായി. കോൺഗ്രസും മറ്റ് പാർട്ടികളും രാജ്യം ഭരിച്ചിരുന്നപ്പോൾ കടലാസ് പുലിയായിരുന്ന ഇഡി പുലിക്കുട്ടിയായത് നരേന്ദ്രമോദി അധികാരത്തിലേറിയ ശേഷമാണ്. പ്രതിപക്ഷ നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്താനും BJPയിലേക്ക് ചാടിക്കാനുമാണ് കേന്ദ്രം ഇഡിയെ ഉപയോഗിക്കുന്നതെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആക്ഷേപം. ഇതിൽ വസ്തുതയുണ്ടെന്ന് പറയാനാകില്ല. കാരണം ഇഡി കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്ത നേതാക്കന്മാരെല്ലാം കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം കുറ്റം ചെയ്തവരാണ്. അതും അവരുടെ പാർട്ടികൾ അധികാരത്തിലിരുന്ന സമയത്ത്. നിയമവിരുദ്ധമായ നടപടികൾ ചെയ്യാതെ പൊതുപ്രവർത്തകരെ ഒരു ഏജൻസിക്കും കുരുക്കാനാവില്ല. മടിയിൽ കനമുള്ളവരെ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ. അങ്ങനെയുള്ളവർക്കെതിരെയാണ് ഇഡി കേസെടുത്തിട്ടുള്ളത്. ഇക്കാര്യം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ മുഖ്യധാരാ മാധ്യമങ്ങളോ ചൂണ്ടിക്കാട്ടിയിട്ടില്ല. കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാർ കുറെ കാലമായി ഉന്നയിക്കുന്ന ഒരാക്ഷേപമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര സർക്കാരിലെ ചിലരും ഒത്തുകളിക്കുന്നതുകൊണ്ടാണ് CPM നേതാക്കൾക്കെതിരായ കേസുകൾ കേന്ദ്ര ഏജൻസികൾ ഒതുക്കുന്നത് എന്ന്. പ്രത്യേകിച്ച് ലൈഫ് മിഷൻ കോഴ, അതുപോലെ സ്വർണ്ണക്കടത്ത്, മാസപ്പടി കേസുകൾ. അവർക്കുള്ള മറുപടിയാണ് വീണ വിജയന്റെ എക്സാലോജി കമ്പനിക്കും മാസപ്പടി കേസിലെ മറ്റുള്ളവർക്കും എതിരെയുള്ള ഇഡിയുടെ അന്വേഷണം. ഇത് പിണറായി വിജയന്റെയും മകളുടെയും മാത്രമല്ല, UDFിലെ പല നേതാക്കളുടെയും അടിവേരിളക്കും. രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി, ഇബ്രാഹിം കുഞ്ഞ്, അങ്ങനെ പല നേതാക്കളുടെ പേരും മാസപ്പടി പട്ടികയിലുണ്ട്. മാത്രമല്ല, കേരളത്തിൽ കമ്പനി നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് കോഴ കൊടുക്കണമെന്ന CMRL ഇഡിയെ അറിയിച്ചിട്ടുണ്ട്. ആ സ്ഥിതിക്ക് സമഗ്രമായി ആ രീതിയിൽ ഒരു അന്വേഷണം ഉണ്ടാവാനും സാധ്യതയുണ്ട്. എങ്കിൽ പല നേതാക്കളുടെയും രാഷ്ട്രീയ ഭാവി കട്ടപ്പുറത്താകും, അല്ലെങ്കിൽ BJPയിൽ ചേരേണ്ടി വരും. അങ്ങനെയെങ്കിൽ പത്മജയ്ക്ക് പിന്നാലെ കോൺഗ്രസിൽ നിന്ന് വലിയൊരു നിര നേതാക്കളുടെ ഒഴുക്ക് BJPയിലേക്ക് ഉണ്ടാകും. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇഡിയുടെ അധികാരത്തിൽ ചില ഭേദഗതികൾ വരുത്തി. അതിൽ ഭൂരിപക്ഷം കാര്യങ്ങളും കോടതി തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇഡിയുടെ കുരുക്കിൽ പെട്ടാൽ ഊരാൻ പാടാണ്. കേന്ദ്ര ഏജൻസികളുടെ കേസിൽ നിന്ന് രക്ഷപ്പെടാനായി CPM പയറ്റുന്ന തന്ത്രം കോൺഗ്രസിനെ നിലം പരിശാക്കുക എന്നതാണ്. ആ സ്ഥാനത്തേക്ക് BJPയെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. CPMഉം BJPയും തമ്മിലുള്ള പരസ്പര സഹകരണം കൊണ്ടാണ് കൊടകര കള്ളപ്പണ കേസിൽ നിന്നും തെരഞ്ഞെടുപ്പ് കോഴ കേസിൽ നിന്നും K. സുരേന്ദ്രനെയും വിദ്വേഷ പ്രസംഗ കേസിൽ രാജീവ് ചന്ദ്രശേഖറിനെയും സംസ്ഥാന സർക്കാർ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നും ആക്ഷേപമുണ്ട്. ഒപ്പം മറ്റൊരു കാര്യം കൂടി ശ്രദ്ധേയമാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനിയായ നിരാമയും EP ജയരാജന്റെ റിസോർട്ടായ വൈദേഹവും തമ്മിലുള്ള ബിസിനസ് പങ്കാളിത്തം. ചെങ്ങാത്ത മുതലാളിത്തം നടത്തുന്ന പിണറായി വിജയനെയും EPയെയും പാർട്ടി സംരക്ഷിക്കുകയാണ്. ഇഡി അന്വേഷണം കാര്യക്ഷമമായാൽ എല്ലാം തവിടുപൊടിയാകും. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപോ ശേഷമോ പിണറായി മന്ത്രിസ്ഥാനം ഒഴിയേണ്ട സാഹചര്യം സംജാതമാകും. ഇലക്ഷന് മുമ്പാണെങ്കിൽ അതിന്റെ ഗുണം കോൺഗ്രസിനും BJPക്കും ലഭിക്കും. കോൺഗ്രസിൽ നിന്ന് നല്ലൊരു ശതമാനം വോട്ട് ഷെയർ BJPക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയുള്ളത് ഉരുക്കുകോട്ടയായ CPMൽ നിന്നാണ്. പിണറായിയെയോ മകളെയോ ഇഡി അറസ്റ്റ് ചെയ്താൽ അതുണ്ടാവും എന്ന് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പാകും ഇത്തവണ കേരളത്തിൽ അരങ്ങേറുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നിട്ടുള്ള പിണറായി വിജയന് അതിനുശേഷം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇഡി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ജയിൽ വകുപ്പ് ഭരിക്കുന്ന മന്ത്രി തന്നെ ജയിലിലാകും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പോലെ പിണറായിക്ക് സ്ഥാനം ഒഴിയാതെ ജയിലിൽ പോകാൻ കഴിയില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കാരണം CPM ഒരിക്കലും അത് അനുവദിക്കില്ല. ഇനി മരുമകനെ മുഖ്യമന്ത്രിയായി വാഴിച്ചിട്ട് ഒഴിയാമെന്ന് വെച്ചാൽ നിലവിലെ സാഹചര്യത്തിൽ അതിനും സാധ്യതയില്ല. അതുകൊണ്ട് ഇഡിയുടെ വരവ് ഇടതുമുന്നണിയേക്കാളും CPMനേക്കാളും ഭയക്കേണ്ടത് പിണറായി വിജയനും കുടുംബവുമാണ്. മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതുകൂടി സംഭവിച്ചാൽ കാരണഭൂതനും മറ്റു ചില UDF നേതാക്കളും പൂജപ്പുര സെൻട്രൽ ജയിലിൽ സ്ഥിരമായി പായും തലയിണയും ഒരുക്കുന്നതായിരിക്കും നല്ലത്. ഇഡിയുടെ വരവ് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. മുന്നണികളിലും പാർട്ടികളിലും ആ മാറ്റം കാണാനായേക്കും. BJPക്കുള്ളിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. പണ്ട് മുതലേ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന CKP പത്മനാഭനെ പോലുള്ള നേതാക്കൾ തങ്ങളുടെ അതൃപ്തി വെളിപ്പെടുത്തി കഴിഞ്ഞു. ഇന്നലെ വന്നവർക്ക് സ്ഥാനമാനങ്ങളും വർഷങ്ങളായി ഒപ്പം നിൽക്കുന്നവരെ തഴയുകയും ചെയ്യുന്നു. നാളെ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കേരളത്തിൽ BJPക്ക് 2 സീറ്റ് ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവചിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.